അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരുന്നു, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അനുമോള് അത് വളരെ എന്താ പറയുക റെസ്പെക്റ്റോട് തന്നെ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു ബ്രദറിനെ പോലെയാണ് കാണുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിരുന്നു. നമ്മൾ അതോടെ അവിടെ അതിനെക്കുറിച്ച് നിർത്തണം. അനീഷ് അത് പിന്നീട് അതിനെക്കുറിച്ച് ഒരു ചർച്ചാ വിഷയമാക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ എക്സ് കണ്ടസ്റ്റന്റുകൾ അവരുടെ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് ആ സാധനത്തിന്, അതായത് അനുമോൾക്ക് ഒരു ജീവിതം കൊടുക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ആശങ്കപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അല്ല, ഞാൻ തോന്നി അനീഷ് അനുമോൾ കല്യാണം കഴിച്ചാൽ നല്ലതാണ്, പക്ഷെ പിന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അങ്ങനെ ആയില്ല. എനിക്ക് അനീഷിനോട് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ ഒരു ലവ് കിട്ടിയെങ്കിൽ എനിക്ക് ഹാപ്പിയേ ഉള്ളു. അതെ, പാവം ജിസേലല്ലേ, അനീഷിന് ഒരു ജീവിതം കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വളരെയധികം വിഷമിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഈ ജിസേലിന് ഒരു ജീവിതം കൊടുത്തൂടെ? അതായത് എവിടെയോ ഒരു പ്രാവശ്യം അനീഷ് പറയുന്നുണ്ടായിരുന്നു അനുമോളോടും അല്ലെങ്കിൽ ഗിസേലിനോടും ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടെന്നുള്ളത്. ആ ഒരു കാര്യം വെച്ചിട്ട് ഗിസേലിന് ഒരു ജീവിതം വേണമെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്തിനാണ് മറ്റൊരാളുടെ താല്പര്യം ഇല്ലാത്തതിനെ ഇവിടെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്കിഷ്ടമില്ലാത്ത ഒരാൾക്ക് അവർക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹം നടന്നു കാണാനാണ് പലരും ആഗ്രഹിക്കുക. ആ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഗിസേല് ട്രൈ ചെയ്യാൻ നോക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക.